പഞ്ചാബിലെ ആദംപൂരിലെ ഈ വ്യോമത്താവളം പാകിസ്ഥാൻ അവകാശപ്പെട്ടത് വ്യോമാക്രമണത്തിൽ അത് തകർത്തു എന്നായിരുന്നു. അതുപോലെ പാകിസ്ഥാൻ അവകാശപ്പെട്ട S-400 എന്ന ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം അതും തകർത്തു എന്നൊക്കെയായിരുന്നു അവർ ക്ലെയിം ചെയ്തത്. അതിൻ്റെ രണ്ടിൻ്റെയും മുന്നിൽ നിന്നുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇന്ന് സേനാംഗങ്ങളെ ഇന്ന് അഭിസംബോധന ചെയ്തത്. യഥാർത്ഥത്തിൽ ലോകത്തോട് തന്നെയാണ് മോദി ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചത്. ഈ വ്യോമത്താവളം സുരക്ഷിതമാണ്, പാകിസ്ഥാൻ അവിടെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം സുരക്ഷിതമാണ്, അത് തകർക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല എന്ന്. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. അച്യുതൻ, ഇന്നലെ രാജ്യത്തോട് അഭിസംബോധന ചെയ്തപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി അദ്ദേഹം ഇന്നത്തെ ഈ ആദംപൂരിലെ പ്രസംഗത്തിൽ ആവർത്തിക്കുകയാണ് ചെയ്തത്. അതിനപ്പുറത്തേക്ക് ആദംപൂരിലെത്തുന്നു, വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ മുന്നിൽ നിന്ന് സംസാരിക്കുന്നു, ന്യൂക്ലിയർ ഭീഷണി ഇനി അതിവിടെ വേണ്ട, അത് ചിലവാകില്ല എന്ന് പാകിസ്ഥാനോട് പറയുന്നു. ഇനി നിങ്ങൾ എന്തെങ്കിലും ഒന്നിന് മുതിർന്നാൽ മഹാവിനാശമെന്ന വലിയ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടർച്ചയായി പാകിസ്ഥാനെ കടന്നാക്രമിക്കുന്നതല്ലേ നമ്മൾ ഇന്നലെയും ഇന്നുമായി കാണുന്നത്, അല്ലേ? വിജയകുമാർ പറഞ്ഞതുപോലെ തന്നെ ഈ പാകിസ്ഥാൻ അവകാശപ്പെട്ടതായിരുന്നു ഇന്ത്യയുടെ ആദംപൂരിലെ വ്യോമതാവളം ആക്രമിച്ചുവെന്നും അതുപോലെ തന്നെ അവിടുത്തെ S-400 എന്ന വ്യോമ പ്രതിരോധ സംവിധാനത്തെ തകർത്തു എന്ന അവകാശവാദം പാകിസ്ഥാൻ ഉന്നയിച്ചതാണ്. എന്നാൽ അതിന് മറുപടി നൽകിക്കൊണ്ടാണ് ഇന്ന് ആദംപൂരിൽ പ്രധാനമന്ത്രി അപ്രതീക്ഷിത സന്ദർശനം നടത്തുന്നതും S-400 എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനത്തിന് മുൻപിൽ നിന്നുകൊണ്ട് അവിടുത്തെ സൈനികരെ അഭിസംബോധന ചെയ്യുന്നതും നമ്മൾ കണ്ടതാണ്. പ്രധാനമന്ത്രി സംസാരിക്കുമ്പോൾ പുറകിൽ ആ S-400 എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുകയും ചെയ്തു. അങ്ങനെ പാകിസ്ഥാനിലെ വാദങ്ങൾക്ക് അതിന് കൃത്യമായ മറുപടി നൽകിക്കൊണ്ട് തന്നെയാണ് ആദംപൂരിലെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം. ഒപ്പം തന്നെ രാജ്യത്തിൻ്റെ നയവും പാകിസ്ഥാനുള്ള മുന്നറിയിപ്പും ഭീകരവാദത്തിന് നേരെയുള്ള അതിനെതിരായ കൃത്യമായ സന്ദേശവുമാണ് പ്രധാനമന്ത്രി നൽകിയത്. അതിൽ പറയുന്നുണ്ട്, ഭീകരവാദ കേന്ദ്രങ്ങൾ 9 ഭീകരവാദ കേന്ദ്രങ്ങൾ അവരുടെ മണ്ണിൽ പോയാണ് നമ്മൾ തിരിച്ചടി നൽകിയത്. അവിടെയാണ്, അതായത് ഭീകരർക്ക് പോലും മനസ്സിലായി പാകിസ്ഥാനിലെ അവരുടെ സുരക്ഷിത ഇടങ്ങൾ പോലും അത് സുരക്ഷിതമല്ല എന്ന് അവർക്ക് തന്നെ മനസ്സിലായി. അത് തങ്ങൾ നൽകിയ മറുപടിയിലൂടെയാണ് മനസ്സിലായത്. ഒപ്പം തന്നെ ലോകരാഷ്ട്രങ്ങൾ മനസ്സിലാക്കി ഇന്ത്യയുടെ കരുത്തെന്താണ് എന്നത്. രാജ്യം ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം രാജ്യത്തെ മുഴുവൻ ജനങ്ങളും സേനയ്ക്കൊപ്പം നിന്നു. ഈ കഴിഞ്ഞ നാളത്രയും സേനയ്ക്കൊപ്പം നിന്നുകൊണ്ട് ഒറ്റക്കെട്ടായി ഭീകരവാദത്തിനെതിരെ പോരാടി. നിഷ്കളങ്കരായ രാജ്യത്തെ ഒരാൾക്ക് നേരെയെങ്കിലും ആരെങ്കിലും ഒരു ആക്രമണത്തിന് ഒരുങ്ങിയാൽ അവരുടെ വിനാശമായിരിക്കും എന്ന സന്ദേശമാണ് എന്ന കടുത്ത ഭാഷയിലുള്ള ഒരു മറുപടിയാണ് പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നത്. തീവ്രവാദത്തിന് തൊട്ടപ്പോൾ പാകിസ്ഥാൻ സൈന്യം ഇന്ത്യയുടെ പല കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണത്തിനൊരുങ്ങി. ഡ്രോണുകളും മിസൈലുകളും പല വ്യോമ താവളങ്ങളും സാധാരണ ജനജീവിതം ലക്ഷ്യമാക്കിയും അവർ ഇത്തരത്തിലുള്ള ആക്രമണം നടത്താൻ ഒരുങ്ങി. എന്നാൽ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് മുൻപിൽ പാകിസ്ഥാന്റെ ഡ്രോണും മിസൈലുകളും എല്ലാം തകർന്നു വീണു എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ഒപ്പം തന്നെ പാകിസ്ഥാൻ സിവിലിയൻ വിമാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഒരു മറയാക്കിക്കൊണ്ടാണ് ആക്രമണം നടത്തിയത്. എന്നാൽ തങ്ങളുടെ വ്യോമസേന ആ സിവിലിയൻ വിമാനങ്ങൾക്ക് ഒരു കേടുപാട് പോലും ഉണ്ടാക്കാത്ത രീതിയിൽ, അതിനെ ബാധിക്കാത്ത രീതിയിൽ പാകിസ്ഥാന് മറുപടി നൽകിക്കൊണ്ടേയിരുന്നു. ഈ 9 കേന്ദ്രങ്ങൾ, ഭീകരവാദ കേന്ദ്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ പോലും അവിടുത്തെ സാധാരണ ജനങ്ങളെ അവർക്ക് പോലും ബാധിക്കാത്ത തരത്തിൽ മറുപടി നൽകി. ഒപ്പം തന്നെ 3 തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞു എന്നുകൂടി പ്രധാനമന്ത്രി പറയുന്നുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത്, ഇനിയും പ്രകോപനമുണ്ടായാൽ അതിന് തിരിച്ചടി എന്നതാണ് നമ്മുടെ ഇന്ത്യയുടെ മറുപടി. 2, ആണവായുധ ഭീഷണി ഇനി വിലപ്പോകില്ല. 3, ഭീകരരെയും ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാരിനെയും രണ്ടായി കാണാൻ കഴിയില്ല എന്നുകൂടിയാണ് പ്രധാനമന്ത്രി ആദംപൂരിലെ വ്യോമതാവളം സന്ദർശിച്ചുകൊണ്ട് സൈനികരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചത്. വിജയകുമാർ. യെസ്, ആദംപൂരിലെ വ്യോമതാവളത്തിൽ പ്രധാനമന്ത്രി വ്യോമസേനാംഗങ്ങളെ അഭിസംബോധന ചെയ്തു. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് മുന്നിൽ നിന്നുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ അഭിസംബോധന. അച്യുതൻ സൂചിപ്പിച്ചതുപോലെ 3 പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഇന്നലെ രാജ്യത്തോട് സംസാരിക്കുമ്പോഴും പ്രധാനമന്ത്രി വ്യക്തമാക്കിയതാണത്. അത് ആവർത്തിക്കുകയും ചെയ്തു.